ഭൂമിയിൽ 5 പ്രാവശ്യം വംശനാശം സംഭവിച്ചിട്ടും ഇന്നും ജീവിക്കുന്ന ഒരു അത്ഭുത ജീവിയുണ്ട്. കടുത്ത തണുപ്പിലും ചൂടിലും സ്പേസിലുമൊക്കെ ജീവിക്കാൻ പറ്റുന്ന വിചിത്രമായ കഴിവുള്ള ജീവി. അതാണ് ടാർഡിഗ്രേഡ്സ്. ഈ ജീവിയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടുതൽ പറയാൻ പോകുന്നത്. ജർമ്മൻ ശാസ്ത്രജ്ഞനായ കാൾ ഫ്രെഡറിക് കോഴ്സ് ആണ് ടാർഡിഗ്രേഡിനെ ആദ്യമായി കാണുന്നത്. സൂക്ഷ്മദർശിനിയിലൂടെ നോക്കുമ്പോൾ കരടിയെപ്പോലെ തോന്നിക്കുന്ന ഈ ജീവിയുടെ ചെറിയ കാലുകളും കരടിയെപ്പോലെ നടക്കാനുള്ള കഴിവും കാരണമാണ് ഇവയെ വാട്ടർ ബിയേഴ്സ് എന്ന് വിളിക്കാനുണ്ടായ കാരണം. കേവലം 1 മില്ലിമീറ്റർ മാത്രം നീളമുള്ള ഇവയ്ക്ക് മണ്ണിലും വെള്ളത്തിലും ചെടികളിലും ഒക്കെ ജീവിക്കാൻ സാധിക്കും. ശാസ്ത്രജ്ഞർ ഇതുവരെ 1500ഓളം ഇനം ടാർഡിഗ്രേഡുകളെ കണ്ടെത്തിയിട്ടുണ്ട്. അവയെ പ്രധാനമായും 2 ക്ലാസുകളായി തിരിച്ചിരിക്കുന്നു: യൂടാർഡിഗ്രേഡ, ഹെറ്ററോടാർഡിഗ്രേഡ. യൂടാർഡിഗ്രേഡകൾക്ക് കട്ടിയുള്ള ചർമ്മമില്ല, പക്ഷേ ഹെറ്ററോടാർഡിഗ്രേഡകൾക്ക് അത് കാണാറുണ്ട്. കൂടാതെ മെസോടാർഡിഗ്രേഡ എന്നൊരു ക്ലാസ് ഉണ്ടെങ്കിലും അതിൽ ഒരൊറ്റ സ്പീഷീസിനെ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഗവേഷകരായ ഒരു സംഘം ശാസ്ത്രജ്ഞർ ബാംഗ്ലൂരിൽ ഒരു പ്രത്യേക ടാർഡിഗ്രേഡിനെ കണ്ടെത്തി. ഈ ജീവിക്ക് സൂര്യപ്രകാശത്തിലെ UV റേഡിയേഷൻ വലിച്ചെടുത്ത് നീല നിറത്തിൽ തിളങ്ങാൻ സാധിക്കും. ഇതൊരു പ്രതിരോധ തന്ത്രമാണ്, അവയെ ഹാനികരമായ രശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഈ നിറമാറ്റം പ്രകൃതിയിലെ ഈ വിചിത്ര ജീവികളുടെ അതിജീവന കഴിവുകളുടെ ഉത്തമ ഉദാഹരണമാണ്. പ്രധാനമായും 3 ടാർഡിഗ്രേഡ് വിഭാഗങ്ങളാണുള്ളത്. യൂടാർഡിഗ്രേഡകൾ കൂടുതലും നനഞ്ഞ സ്ഥലങ്ങളിൽ, അതായത് പായലുകളിലും അഴുക്കുചാലുകളിലുമാണ് കാണപ്പെടുന്നത്. ഹെറ്ററോടാർഡിഗ്രേഡകൾ കൂടുതലായും കടലിലും മണലിലുമാണ് ജീവിക്കുന്നത്. എന്നാൽ മെസോടാർഡിഗ്രേഡയുടെ കാര്യം ഓർമ്മയുണ്ടല്ലോ, ഗ്രീൻലാൻഡിലെ തണുത്ത നീരുറവയിലാണ് അതിനെ കണ്ടെത്തിയത്. ഈ വൈവിധ്യം അവയുടെ അതിജീവന കഴിവുകളുടെ തന്നെ പ്രതിഫലനമാണ്. ടാർഡിഗ്രേഡിന്റെ ശരീരഘടന: കേവലം 1 മില്ലിമീറ്റർ നീളമുള്ള ഇവയ്ക്ക് 4 ജോഡി കാലുകളുണ്ട്. ഓരോ കാലിലും 3 മുതൽ പല ഇനം നഖങ്ങളും. സൂക്ഷ്മദർശിനിയിലൂടെ നോക്കുമ്പോൾ കാഴ്ചയ്ക്ക് കരടിയെപ്പോലെയുള്ള തോന്നിച്ചാലും ജനിതകപരമായി ഇവ വ്യത്യസ്തമാണ്. ഒട്ടും കണ്ണില്ലാത്ത അല്ലെങ്കിൽ കാഴ്ചശക്തി പരിമിതമായ ചില ഇനങ്ങളുണ്ട്. മറ്റു ചിലവയ്ക്ക് മങ്ങിയ പ്രകാശത്തെ തിരിച്ചറിയാനാവും. ഭൂരിഭാഗം ടാർഡിഗ്രേഡുകളും സസ്യബുക്കുകളാണ്. അവ പായലുകളുടെയും മറ്റു പലതരം ചെടികളുടെയും നീരാണ് പ്രധാനമായും കുടിക്കുന്നത്. എന്നാൽ ചില സ്പീഷീസുകൾ മാംസബുക്കുകളാണ്. അവ ചെറിയ ജീവികളെ, പ്രധാനമായും മറ്റു ടാർഡിഗ്രേഡുകളെ പോലും ഭക്ഷിക്കാറുണ്ട്. ഈ മാറ്റം അവയുടെ അതിജീവനത്തിനായുള്ള പ്രത്യേക കഴിവുകളുടെ തെളിവാണ്. കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമിയിലുള്ള ഈ ജീവികളെ അവയുടെ അതിജീവന ശക്തിയാണ് മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. സ്പേസിലും അതീവ ഘടകങ്ങളിലും ജീവിക്കാനുള്ള ഈ കഴിവ് ശാസ്ത്രജ്ഞരെ പോലും അത്ഭുതപ്പെടുത്തുന്നു. ഏറ്റവും പഴക്കമുള്ള ഫോസിൽ കണ്ടെത്തിയത് ഏകദേശം 40 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള കാംബ്രിയൻ പീരീഡിൽ നിന്നാണ്. മരണമില്ലാത്ത ജീവിയുടെ രഹസ്യം: അങ്ങേയറ്റത്തെ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള പ്രത്യേക കഴിവ്. തണുത്തുറഞ്ഞ വെള്ളത്തിലും, അതായത് 0 താഴെ ഏകദേശം -272 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിളച്ചുമറിയുന്ന ചൂടിൽ, അതായത് 150 ഡിഗ്രി സെൽഷ്യസിൽ, സ്പേസിലെ വാക്വത്തിലും ഇവയ്ക്ക് ജീവിക്കാൻ സാധിക്കും. മാത്രമല്ല, സമുദ്രത്തിന്റെ അടിത്തട്ടിലെ കൊടും സമ്മർദ്ദത്തെയും ഇവ അതിജീവിക്കുന്നു. സാധാരണ ജീവികൾക്ക് മരണം സംഭവിക്കുന്ന ഗാമാകിരണങ്ങളാലും റേഡിയേഷനാലും മനുഷ്യരിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാകാം. DNA തകർക്കാനും അർബുദം പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകാനും മതി. എന്നാൽ ടാർഡിഗ്രേഡുകൾക്ക് അത് അത്രയും വലിയൊരു പ്രശ്നമല്ല. ആ പ്രഹരങ്ങളെ അതിജീവിച്ച് തകർന്ന DNA നന്നാക്കാനുള്ള പ്രത്യേക കഴിവുണ്ടവയ്ക്ക്. സാധാരണ ഇവയ്ക്ക് 3 മാസം മുതൽ 2 വർഷം വരെയാണ് ആയുസ്. എന്നാൽ ശരീരം ചുരുക്കി സിസ്റ്റമിക് അവസ്ഥയിലായാൽ, മെറ്റബോളിസം നിശ്ചലമാക്കി 30 വർഷമോ അതിലധികമോ കഴിഞ്ഞാലും മഴ ലഭിക്കുമ്പോൾ വീണ്ടും ജീവിക്കാൻ സാധിക്കും. ഒരുപക്ഷേ ഭൂമിയിലെങ്ങുമുള്ള എല്ലാ ടാർഡിഗ്രേഡുകളും വംശനാശം സംഭവിച്ചാൽ പോലും ഒരൊറ്റ പെൺജീവി അവശേഷിച്ചാൽ ഈ വംശം വീണ്ടും തഴച്ചു വളരാം. പാർത്തിനോജനസിസ് എന്ന പ്രക്രിയയിലൂടെ ആൺജീവികളില്ലാതെ പുതിയ ടാർഡിഗ്രേഡുകളെ ഉൽപ്പാദിപ്പിക്കാൻ അവയ്ക്ക് സാധിക്കും. ഈ അത്ഭുതകരമായ കഴിവാണ് അവയെ പ്രപഞ്ചത്തിലെ നിത്യജീവികളാക്കുന്നത്. ഒരുപക്ഷെ ഭാവിയിൽ വരാനിരിക്കുന്ന 6ാമത്തെ വംശനാശത്തെയും അതിജീവിക്കാൻ സാധ്യതയുള്ള ജീവിയും ഇതാണ്. പ്രകൃതിയിലെ ഈ കൊച്ചു പോരാളിയുടെ കഥ നമ്മെ പലതും പഠിപ്പിക്കുന്നു. ഈ വിവരണം ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ BR ലിക്വിഡിറ്റി ഹണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്.